إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണേ, അതിനുവേണ്ടി പണിയെടുക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ പ്രവേശിച്ച് രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഈ ഒരു സമയത്ത് ആദ്യ 10 അവസാനിച്ച് രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് പോകുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിനരാത്രികളെ ഏത് രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന ഒരാത്മപരിശോധന നടത്തുവാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നോമ്പ് ഏത് രൂപത്തിലായിരുന്നു? പരിശുദ്ധ ഖുർആനുമായി കഴിഞ്ഞ ദിനരാത്രികളിൽ എത്രത്തോളം നാം ബന്ധപ്പെട്ടു?
ഈ ഒരു റമളാനിൽ പ്രവേശിച്ചതിന് ശേഷം പ്രത്യേകമായി നന്മയിൽ ഒരു ഉത്സാഹം നമുക്കുണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഒരു ആത്മപരിശോധനക്കായിരിക്കണം ഈ ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടത്. മദീനയിൽ മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അതാ ഉസ്സലമി എന്നായിരുന്നു. അദ്ദേഹം വസ്ത്രങ്ങൾ നെയ്ത് അതിൽ വളരെ നല്ല ഡിസൈനുകൾ ചെയ്യുന്ന ഒരു ജോലിക്കാരനായിരുന്നു. അങ്ങനെ അത് മദീനയിലെ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതാ ഉസ്സലമി റഹ്മത്തുല്ലാഹി അലൈഹി. ഒരു ദിവസം അദ്ദേഹം വളരെ പെട്ടെന്ന് കുറച്ച് വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് മദീനയിലെ അന്നത്തെ മാർക്കറ്റിൽ. ഓരോ ആളുകൾക്കും കടയിലും അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് അതിനിടയിൽ ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, അതാ സലമിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതാ നീ ഇന്ന് തന്ന വസ്ത്രത്തിൽ ചില വസ്ത്രങ്ങൾക്ക് ചില ന്യൂനതകളുണ്ട്. ആ സമയത്ത് മദീനയിലെ അന്നത്തെ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന സമയം അതാ ഉസ്സലമി റഹ്മത്തുല്ലാഹി അലൈഹി ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരയാൻ തുടങ്ങി. കടക്കാരൻ പറഞ്ഞു, അതാ അടുത്ത തവണ വരുമ്പോൾ മാറ്റി തന്നാൽ മതി, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ചുറ്റും കൂടിയ ആളുകൾക്കിടയിൽ മഹാനായ അതാ ഉസ്സലമി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്, ആ ഒരു വാക്ക് ഈ റമളാനിൻ്റെ ഈ ദിനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ചുറ്റും കൂടിയ ആളുകൾക്കിടയിൽ അതാ ഉസ്സലമി അവർക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുകയാണ്. ഞാൻ കരഞ്ഞതിൻ്റെ കാരണം ഈ ഒരു കച്ചവടക്കാരൻ എൻ്റെ വസ്ത്രത്തിന് ന്യൂനത കാണിച്ചതുകൊണ്ടല്ല. യമനിൽ നിന്ന് നല്ല നൂല് ലഭിച്ചാൽ ഇതിനേക്കാൾ മനോഹരമായ വസ്ത്രം നെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഈ അതാ എത്തുന്ന സമയത്ത് അള്ളാഹു ഒരു നൂല് പൊന്തിയതിന് പ്രശ്നം പറയുന്നത് പോലെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ നോമ്പിനെ, എൻ്റെ നമസ്കാരത്തെ, എൻ്റെ സ്വതക്കയെ, എൻ്റെ സക്കാത്തിനെ ഇങ്ങനെയെങ്ങാനും പരിശോധിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിച്ചാൽ മാത്രമേ നാളെ റബ്ബിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ഓരോരുത്തരും അവർ ചെയ്ത നന്മകൾ സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു അമൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് അറിയുന്നതാണ് എനിക്ക് ദുനിയാവിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അതൊരിക്കലും ആളുകളെ കാണിക്കാൻ പറ്റിയ രൂപത്തിൽ ചെയ്തതുകൊണ്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ പ്രവാചകന്റെ സഹാബാക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുന്നിലിരിക്കുന്ന സഹാബാക്കളോട് പറയുന്നൊരു വാക്കുണ്ട്. സഹാബാക്കളെ, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ചെറിയ ശിർക്ക്? വലിയ ശിർക്ക് അവർക്കറിയാം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും
അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നൽകലുമൊക്കെ അവർക്കറിയാം. പക്ഷേ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ലാ യുറാഇ ഫഖദ് അശ്റക. ആരാണോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നത് അവൻ ഈ ചെറിയ ശിർക്ക് ചെയ്തു എന്നാണ്. വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വതക്ക കൊടുത്താൽ അവൻ ഈ ചെറിയ ശിർക്ക് ചെയ്തു എന്ന്. മൻ സോമ യുറാഇ ഫഖദ് അശ്റക. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോറ്റാൽ അവനും ഈ ചെറിയ ശിർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റമളാനിൻ്റെ തുടക്കത്തിൽ പല ക്ലാസ്സുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ഖുതുബകളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, റമളാൻ നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ സോമ റമളാനൻ. നിങ്ങളിൽ ആരെങ്കിലും റമളാനിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എങ്ങനെ നോൽക്കുന്നു? ഈമാനൻ, ഈമാനോടുകൂടി, വയഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോറ്റാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിനരാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതല്ലാതെ റമളാൻ വന്നിട്ടും പ്രത്യേകം ഒരു മാറ്റവും ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്ന് മഹാന്മാരായ സലഫുസ് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് അമലുകൾ ചെയ്ത്, ഒരുപാട് നിസ്കരിച്ച്, ഒരുപാട് നോമ്പ് നോറ്റ്, ഒരുപാട് സ്വതക്കയും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ ഈമാനില്ല എങ്കിൽ, പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ല അവൻ ചെയ്തത് എങ്കിൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ അവന് സ്വീകരിക്കുകയില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും അമലുകളെ സ്വീകരിക്കുമാറാട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്കൊക്കെ അറിയുന്ന വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഗാശിയ. അതിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചില ആളുകൾ വരും. അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? വുജൂഹു യൗമൈദിൻ ഖാശിഅ. അവരുടെ മുഖം വല്ലാതെ പേടിച്ച് നിൽക്കുന്നവയായിരിക്കും. പക്ഷെ അവർ ആമിലത്തുൻ നാസിബ, ഒരുപാട് അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് ചെയ്തോ എന്നല്ല അള്ളാഹു നോക്കുന്നത്, ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ആണോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ കുറേ ആളുകളെ പൂതി നോമ്പ് മുറിയ കുറച്ച് വെള്ളം കുടിച്ചാലോ അതല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാലൊക്കെയാണ് നോമ്പ് മുറിയ എന്നാണ്. നോമ്പ് മുറിയ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലൊക്കെ നോമ്പ് മുറിയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബികദ്ബിൻ ഔ ഈബത്തിൻ ഔ നമീമ. ഒരാളുടെ നോമ്പ് മുറിയാൻ കാരണമാകും. നോമ്പൊക്കെ നോറ്റിട്ട് ചില ആളുകൾ പള്ളിയിൽ വന്നിട്ടോ അതല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ആളുകളെക്കുറിച്ച് ഇല്ലതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. സുഹൃത്തുക്കളെ, അവർ നോമ്പ് മുറിഞ്ഞു എന്ന് മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമോ കഴിച്ചത് കൊണ്ടല്ല നമ്മുടെ നോമ്പ് മുറിയ. ഇങ്ങനെ പറഞ്ഞു നടന്നാലും അവരുടെ അമലുകൾ ബാത്തിലായി എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ, നോമ്പിന് മാത്രമല്ല
അതല്ലാത്ത സമയത്തും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സിയാമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പരിചയാണ്. എന്താ പരിചയ എന്ന് പറഞ്ഞാൽ? യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടും കുത്തുമൊക്കെ ഏൽക്കുന്ന സമയത്ത് തടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് നോമ്പുമായി എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറഞ്ഞത് അസ്സിയാമു ജുന്ന എന്ന് പറയാൻ കാരണം? ശത്രുവിൻ്റെ വെട്ടും അതുപോലെ തന്നെ കുത്തും ഒരു യുദ്ധക്കളത്തിൽ തടുക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഒരുപാട് തിന്മകളുള്ള, ഏത് സമയവും നമ്മുടെ മുന്നിലേക്ക് നമ്മെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പ്രവർത്തികളുമായിട്ട് ആളുകൾ വരുമ്പോൾ അവിടെ നമുക്ക് നോമ്പാകുന്ന പരിചയക്കൊണ്ട് തടുക്കാൻ പറ്റണമെന്നാണ്. അങ്ങനെയായാലേ നമുക്ക് നോമ്പുകാർക്ക് മാത്രം അല്ലാഹു തയ്യാറാക്കപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക. നീ നോമ്പ് നോക്കുകയാണെങ്കിൽ നിന്റെ ചെവിക്കും നിന്റെ കാതിനും നിന്റെ കണ്ണിനും എല്ലാം നോമ്പ് വേണം. വെറും നോമ്പുകാരനായി ഇങ്ങനെ നടന്നാൽ പോരാ, അനാവശ്യമായത് നീ കേൾക്കരുത്, അതുപോലെ തന്നെ അനാവശ്യമായതിലേക്ക് നീ നടക്കരുത്. ഇങ്ങനെ ഒരുപാട് ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ നിന്റെ നോമ്പ് നന്നാകുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അവരിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല. അവർ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കും, അതല്ലെങ്കിൽ കുറച്ച് ഉച്ചക്കൊക്കെ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് നേരം വൈകിയും കഴിക്കും. വേറെ ഒരു തരത്തിലും മാറ്റമുണ്ടാകാത്ത ചില ആളുകളുണ്ട് എന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ആ നിലക്ക് നമ്മുടെ നോമ്പുകൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ സ്വീകരിക്കണം എന്ന നിലക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അതുപോലെ ഈ റമളാൻ മാസത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. നോമ്പും ക്ഷമയുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ പ്രവർത്തനങ്ങൾക്കും 10 മുതൽ 700 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. ഇല്ല സിയാം, നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല സിയാം, നോമ്പിന് കണക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും നൽകുമെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ കണക്കില്ലാത്ത രൂപത്തിൽ അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിൻ്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഇസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുക്കൽ നോമ്പുകാരനായി നിൽക്കുമ്പോൾ ചില ആളുകളെങ്കിലും വന്ന് എന്തെങ്കിലും ചില കച്ചറകൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ, ആ ഒരു സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത്, ഞാനൊരു നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ആ സമയത്ത് പറയേണ്ടത് അതാണ്, ഞാനൊരു നോമ്പുകാരനാണ്, ഇന്നി സ്വായിമുൻ എന്ന് നീ പറഞ്ഞു മാറി നിൽക്കണമെന്നാണ്. അതല്ലെങ്കിൽ നമ്മുടെ നോമ്പ് അത് കാരണത്താൽ നഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ ദിനരാത്രികളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതുപോലെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പാവപ്പെട്ട കുറച്ച് സഹാബികൾ വന്നു ഒരിക്കൽ.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നമ്മുടെ കൂട്ടത്തിൽ പെട്ട പണക്കാരായ പൈസക്കാരായ പല സ്വഹാബികളും ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് അവരിതാ സ്വർഗത്തിലേക്ക് ഓടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബാക്കളെ, ലികുല്ലി തഹ്മീദിൻ സ്വദഖ വലികുല്ലി തക്ബീരിൻ സ്വദഖ, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഉരുവിടുന്ന ഓരോ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ഇതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സ്വദഖയാണ് എന്നാണ്. നാളെ സ്വർഗത്തിലേക്ക് കയറാൻ, നിങ്ങളുടെ സ്റ്റെപ്പുകൾ കയറാൻ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ദിക്റുകൾ എല്ലാ ദിവസങ്ങളിലുമുണ്ട്. ആ ദിക്റുകളൊക്കെ പ്രത്യേകിച്ച് അതുപോലെ ഈ ദിവസങ്ങളിൽ, നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ അധികരിപ്പിക്കാൻ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ പ്രാർത്ഥിച്ച് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിസ്സായിമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്നാമത്തെ സന്തോഷം ഇദാ അഫ്തറ ഫരിഹ, ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ നാഡിനരമ്പുകൾ നനയുമ്പോൾ, നമ്മുടെ ദാഹവും വിശപ്പുമൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി എന്നാണ്. നാളെ റബ്ബിനെ ഒരു നോമ്പുകാരനായി കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം. ഈ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ രണ്ട് സന്തോഷത്തിൻ്റെ കൂടെ വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു കാര്യം, ഒരു ഭയപ്പാട് കൂടെ ഉണ്ടാകണമെന്നാണ്. അതെന്താ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി. വിശുദ്ധ ഖുർആനിൻ്റെ 23-ാമത്തെ അധ്യായം സൂറത്തു മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച്, അവരുടെ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ എണ്ണി പറയുന്ന ആയത്തുകളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു കൊടുത്ത ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയം വല്ലാതെ പേടിക്കുന്നു എന്ന ആയത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ സമയം ആയിഷ ബീവി അടങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓതിക്കൊടുക്കുകയാണ്. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന. ഇത് ഓതിക്കൊടുത്ത സമയം ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രികൂൻ, എന്തിനാണ് നബിയെ അവർ പേടിക്കുന്നത്? അള്ളാഹു കൊടുത്ത ധനം
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുമ്പോൾ എന്തിനാ അവർ പേടിക്കുന്നത്? അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്സിരിക്കൂൻ, അവർ വല്ല കള്ളുടിയന്മാരോ അതല്ലെങ്കിൽ വല്ല മോഷ്ടാക്കളാണ് നബിയെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഹും, അവരാരാണെന്ന് നിനക്കറിയോ? യുസല്ലൂന, അവർ നമസ്കരിക്കുന്നവരാണ്. വയതസദ്ദഖൂൻ, അവർ സ്വതക്കകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. വയസൂമൂൻ, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. പക്ഷെ അവരുടെ മനസ്സിലുള്ള പേടി എന്താണെന്നറിയുമോ? അല്ലാ തുഖ്ബല മിൻഹും, അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള പേടി. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കുണ്ടോ ആ പേടി? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. ഇതൊക്കെ സ്വീകരിക്കുമോ എന്ന് എന്തുറപ്പാണ്? അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് വിശ്വാസികളുടെ ക്വാളിറ്റിയായി, വിശ്വാസികളുടെ ഗുണമായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹു പറയുന്നൊരായത്താണത്. അവർ ചെലവഴിക്കുമ്പോൾ അള്ളാഹു കൊടുത്ത ധനം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾക്ക് എന്ത് പേടിയാണുള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് കഅബാലയത്തെ പടുത്തുയർത്താൻ വേണ്ടി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, അൻ തുഖിറ ബൈതിയ ലിത്വാഇഫീന വൽ ആഖിഫീന വറുഖഇ സുജൂദ് യാ ഇബ്രാഹിം. ഇബ്രാഹിം നബിനെ വിളിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അൻ തുഖിറ, നീ ശുദ്ധീകരിക്കണം. ബൈതിയ ലിത്വാഇഫീന, ജനങ്ങൾക്ക് തവാഫ് ചെയ്യാൻ, വൽ ആഖിഫീന, ജനങ്ങൾക്ക് ഇത്തിഖാഫിരിക്കാൻ, വറുഖഇ സുജൂദ്, ജനങ്ങൾക്ക് റുകൂ ചെയ്യാനും സുജൂദ് ചെയ്യാനുമൊക്കെ ഈ കഅബാലയത്തെ പടുത്തുയർത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എത്ര നോമ്പ് നോറ്റ് കഴിഞ്ഞു? ഏതെങ്കിലും ഒരു നോമ്പ് നോറ്റതിന് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം ആത്മാർത്ഥമായി ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, പടച്ചോനെ, എൻ്റെ ഇന്നത്തെ നോമ്പ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നോറ്റ നോമ്പ് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിങ്ങനെ നോമ്പ് നോറ്റു പോകുന്നുണ്ട്. വൈകുന്നേരമാകുന്നു, നോമ്പ് തുറക്കുന്നു. പുലർച്ചയാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത്താഴം കഴിക്കുന്നു, നോമ്പ് നോറ്റു പോകുന്നു. ഒരു യാന്ത്രികമായി ഇങ്ങനെ നടന്നു പോവുകയാണ്. മറിച്ച് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അള്ളാഹുവേ, എൻ്റെ ഇന്നത്തെ നോമ്പ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള സ്വതക്ക, എൻ്റെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ, ഞാൻ ഓർദിയ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, ഇതൊക്കെ സ്വീകരിക്കണേ. സുഹൃത്തുക്കളെ, ഇത് സ്വീകരിച്ചാലേ നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വർഗമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഓരോ ദിവസങ്ങളിലും ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിനോട് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനകൾ എത്രയാണ് പറയുന്നത്. അതുകൊണ്ട് കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉള്ള നമ്മൾ ആലോചിക്കുക, നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്ക് പശ്ചാത്തപിക്കാൻ പറ്റിയ ഏറ്റവും ഒരു വലിയ അവസരമാണ് നമ്മുടെ മുമ്പിൽ. നമുക്കറിയില്ല ഈ റമദാൻ തന്നെ പൂർത്തീകരിക്കുമോ എന്ന്. എത്ര ആളുകളുണ്ടായിരുന്നു റമദാനിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും അയൽവാസികളുടെ കൂട്ടത്തിലുമൊക്കെ. അവരാരും വിചാരിച്ചില്ലായിരുന്നു. അവരൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഈ നോമ്പിന് നമ്മൾ ഉണ്ടാകും, ചിലപ്പോൾ ഈ പള്ളിയിലുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. തൻ്റെ മക്കളുടെ കൂടെ പെരുന്നാളിന് പങ്കെടുക്കണമെന്ന് വിചാരിച്ച പലരും ഉണ്ടായിരുന്നു. പലരും ഇന്ന് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൻ്റെ താഴെയാണ്. നമുക്കാർക്കും ഉറപ്പില്ല
ഈ വലിയ അല്ലെങ്കിൽ ഈ ചെറിയ പെരുന്നാളിന് നമ്മൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിച്ചാൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയം, നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നോമ്പ് വന്നപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരാദ്യത്തെ 10 കഴിയുമ്പോഴേക്കും തന്നെ പല ആളുകളും അതിൽ നിന്നൊക്കെ ബാക്കോട്ട് പോകുന്നൊരവസ്ഥ നമുക്ക് കാണാം. അതുകൊണ്ട് ഒന്നും കൂടി ശ്രദ്ധിച്ച് നമ്മൾ ആ നിലക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നോറ്റ നോമ്പുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് കുടുംബക്കാർ, സുഹൃത്തുക്കൾ, പലരുടെയും മാതാപിതാക്കൾ, അള്ളാഹു അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ രോഗം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.